കേരളത്തെ നടുക്കി തൃശൂർ മുണ്ടത്തിക്കോട് വൻ സ്ഫോടനം. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ടുപുരയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 13 പേരാണ് മരിച്ചത്. 8 പേരുടെ മൃതദേഹവും 5 ശരീരഭാഗങ്ങളും കണ്ടെത്തിയതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് 8 പേരാണ്. ബാക്കിയുള്ള പാർട്സാണ്. ആ പാർട്സ് നമുക്ക് DNA ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കൊടുക്കാൻ കഴിയും. അത് കൂട്ടിച്ചേർത്തെടുക്കുമ്പോൾ കണക്ക് ചിലപ്പോൾ 13 14 ഒക്കെ ആയി വരുന്നവരാണ്. പോസ്റ്റ്മോർട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പെട്ടെന്ന് അവർക്ക് ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ചില ആളുകളെല്ലാം ഇവിടെ ഉണ്ട് ചികിത്സയിൽ. ഇറങ്ങി ഓടിയ ഒരു പയ്യനെ ഞങ്ങൾ കണ്ടു. തീ കണ്ടപ്പോഴേ ഇറങ്ങി ഓടി എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ സംഭവ സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ആളുകൾ വിശദീകരിച്ച ചില വിവരങ്ങളുമുണ്ട്. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ രാവിലെ ശാസ്ത്രീയമായ ഒരു പരിശോധന കൂടി അതിന് അനിവാര്യമാണ്. അത് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അവശിഷ്ടങ്ങൾ അവിടുത്തെ കുളത്തിലടക്കം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി സ്കൂബ ടീം അടക്കം അവിടെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ മിഷനറികളും ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപകട സമയത്ത് സംഭവസ്ഥലത്ത് 42 പേർ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പോലീസ് സ്വമേധ്യാ കേസെടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും സ്ഫോടനമുണ്ടായതോടെ ദൗത്യം താൽക്കാലികമായി നിർത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രം 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടത്തിന് സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചു. ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ഷാരിഖ് നിവാസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും, ശ്രീജിത്ത് ശ്രീകുമാരൻ സംഭവസ്ഥലത്ത്, തനേഷ് തമ്പി ഈ അപകടം നടന്ന സ്ഥലത്താണുള്ളത്, വിപിൻ സി വിജയനും മുഹമ്മദ് സുഹൈലും ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഷാരിഖ് നിവാസിലേക്ക് പോകാം. ഷാരിഖ്, ഈ മരിച്ചവരുടെ പരിക്കേറ്റവരുടെ വിവരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ശേഷമുള്ള പ്രതികരണവും നമ്മൾ കേട്ടു. ഈ നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? ഇവരുടെയൊക്കെ ആരോഗ്യനില, ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിലടക്കം എന്താണ് ഡോക്ടർമാർ പറയുന്നത്? അസിത, അതായത് ഈ പരിക്കേറ്റ് 10 പേർ ICUവിൽ തന്നെ തുടരുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോഴും നമുക്കിവിടെ ലഭിക്കുന്നത്. അതായത് ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. 2 പേർ വെന്റിലേറ്ററിൽ തുടരുകയാണ്, 2 പേർ വെന്റിലേറ്ററിൽ തുടരുന്നു. അതായത് 10 പേരാണ് ICUവിൽ കഴിയുന്നത്. ബാക്കിയുള്ളവർക്ക് ഗുരുതരമായ പരിക്കുണ്ടെങ്കിലും അവരുടെ അപകടനില തരണം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ 10 പേരാണ് അതീവ ഗുരുതര പരിക്കുമായി ഇവിടെ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 3 പേർ അതീവ ഗുരുതര നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. 2 പേർ വെന്റിലേറ്ററിലുമാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് മന്ത്രിമാരായ P രാജീവ്, അതുപോലെ തന്നെ R ബിന്ദു എന്നിവർ ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ അകത്തേക്ക് പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കാഷ്വാലിറ്റിയാണ് ഈ കാണുന്നത്. ഈ കാഷ്വാലിറ്റിക്ക് അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പരിക്കേറ്റവരുടെ അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിനുശേഷം വന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടെ, അതായത് ഇതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അത് എല്ലാ തരത്തിലുള്ള ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണ്. മന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് മുൻപ് പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ചികിത്സയ്ക്കുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കാനുള്ള നിർദ്ദേശം മുൻപ് തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ മന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അദ്ദേഹവും മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതും ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി ഇപ്പോൾ ആശുപത്രിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘവുമായി സംസാരിച്ച ശേഷം ഒരുപക്ഷെ പ്രതികരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഷാരിഖ് നിവാസ്, തുടർന്നോളൂ. ഇപ്പോൾ മന്ത്രി എത്തിയല്ലേ? ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രി വന്നാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, അതായത് പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട്, മറ്റ് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഈ ഡോക്ടർമാരുമായി ആരോഗ്യമന്ത്രി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്തരത്തിൽ ആരോഗ്യമന്ത്രി ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ പോയിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷം പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി കൂടെ പുറത്തു വന്ന് ഈ വിവരങ്ങൾ പറയുന്നത്
ൂടെ കാരണം കൃത്യത വരും, കൂടുതൽ ഇതിൽ വ്യക്തത വരും. പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട്, അത്തരത്തിൽ ചികിത്സ ഏത് തരത്തിലാണ് ചികിത്സ മുന്നോട്ട് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. എന്തായാലും സർക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ ചികിത്സയും ഇവർക്ക് നൽകുമെന്ന്. അതായത് വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ നൽകാൻ സർക്കാർ സന്നദ്ധമായി എല്ലാ മന്ത്രിമാരെയും ഇവിടെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ ഈ ആശുപത്രികളിൽ നേരിട്ട് തന്നെ എത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും 10 പേരാണ് അതീവ ഗുരുതര പരിക്കോടെ ICUവിൽ തുടരുന്നത്. അതുപോലെ തന്നെ 3 പേരുടെ നില അത് അതീവ ഗുരുതരം തന്നെയാണ്. ഏറെ പൊള്ളലേറ്റ, അതായത് 90% പൊള്ളലേറ്റ ആളുകളാണ് ഈ 3 പേരെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 2 പേർ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇവർ വലിയ ഒരു ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം കൂടിയാണ്, അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം തീരുന്നത് മുറയ്ക്ക് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും കൂടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയൊരു നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് അസിത ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ ഒരു കാഷ്വാലിറ്റി ഉണ്ടായി. അതിൽ 13 പേർ മരിച്ചു. ഈ ബാക്കിയുള്ളവർക്ക് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരം തന്നെ എന്നുള്ള ഒരു വലിയ ഒരു സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ ആശുപത്രിക്ക് മുന്നിൽ ഒട്ടേറെ ആളുകളാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. ഈ വാർത്തയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.